എല്ലാവർക്കും നമസ്കാരം. അയ്യപ്പ ഭാഗവതം പാരായണം 99-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. മാമല ക്ഷേത്ര നിർമ്മാണ സംരംഭങ്ങൾ. ചിക്കനെ ഭക്തനാം പന്തള ഭൂമിപൻ സൽപ്പുമാൻ ചെയ്തൊരു കാര്യങ്ങളോതിടാം. സമ്പൂർണ്ണ ചിത്തനായി താരകാനുഗ്രഹം സമ്പ്രതി ഏറ്റുടൻ രാജാവു അൻപോട്. കുംഭജന്മാവിൻ്റെ വാണികൾക്കൊപ്പമായി അന്തണന്മാരോടും ബന്ധുവർഗത്തോടും ചിന്തയന്യേ മഹാതാരകം പൂജിച്ചാൻ അന്തണന്മാർക്കുടൻ കാൽ കഴിച്ചൂട്ടും. അന്നവസ്ത്രങ്ങളും സ്വർണവും കോക്കളും അന്തമില്ലാതങ്ങ് ദാനങ്ങളും നൽകി തന്നെ ദേശികനാകുന്ന ഭക്തനാം ധന്യനെയും മുതാ പൂജിച്ച് തന്നെ സേനയോടും മഹാവിപ്ര വൃന്ദത്തോടും ശില്പി വൃന്ദത്തോടും സേവകന്മാരോടും ഒപ്പമായി പൊക്കണമേവരുമേന്തി ചിത്സ്വരൂപൻ തന്നെ ഉള്ള നിറച്ചുടൻ വെക്കമായി കാനന യാത്ര തിരിച്ചപ്പോൾ ദിക്കുകൾ 10 വിളങ്ങി ലോകങ്ങളും പണ്ട് മണികണ്ഠൻ കാനനെ പോയപ്പോൾ ഗംഭീരമാം വനയാത്രയെ കണ്ടുടൻ കൊണ്ടാടി വാഴ്ത്തിനാർ ദേവവൃന്ദങ്ങളും കണ്ടു തുടങ്ങിനാർ നല്ല ശകുനങ്ങൾ. മെല്ലവേ രാജനും വൃന്ദവും ചേർന്നുടൻ നല്ലൊരലസാ നദിയെയും പ്രാപിച്ച് മഹർഷീനിധനം നടത്തിയ കാന്താര ഭൂവിൽ പ്രവേശിച്ചു വാസവും ചെയ്തുരൻ. ഗോഷ്ടവും തീർത്തതിൻ മധ്യത്തിലായി ഒരു ക്ഷേത്രവും തീർത്ത് ഭഗവാന്റെ ഭൃത്യനാം വാപരശ്രേഷ്ഠനെ ആചാര്യനാൽ മുതാ രാജൻ പ്രതിഷ്ഠിച്ചു വീണു വണങ്ങിനാൻ. വില്ലും വിശിഖവും കുത്തി നിന്നിടുന്ന മുല്ലായുധാരി സുതപാദദാസനാം നല്ലനാം വാപരശ്രേഷ്ഠനെ വന്ദിച്ച് മെല്ലവേ മാമല കയറണം ഭക്തൗഖം. ഘോര മൃഗങ്ങളും കാനന ഭീതിയും ഏതുമേശാതെ ഭക്തരെ വാപരൻ ചേരോട് രക്ഷിച്ച് ദേവന്റെ ദർശനം ചാലവേ ചെയ്യിച്ചയച്ചിടും നിർണയം. വാപര പൂജയ്ക്ക് പൂജകന്മാരെയും ഭൂമികൻ കൽപ്പിച്ചലസമേടും താണ്ടി ഇമ്പമോടെ മഹാവന്മലക്കൂട്ടങ്ങൾ കമ്പഹീനം കടന്നിട്ടുടൻ പമ്പയിൽ ചെന്നുടൻ തമ്പടിച്ചൻ പാർന്ന ദേവനെ തന്മനം പേറി വസിച്ചാൻ ദിനം. പിന്നെ പുലർകാലെ നീലമലയെയും നന്നായി ചവിട്ടിയതി ധന്യമാം ഭൂമിയിൽ പുണ്യവതി മഹാധന്യാംഗ യോഗിനി ധന്യായി ദേവപാദങ്ങൾ ചേർന്നതാം ധന്യമാം ഭൂമിയിൽ ശബരി സ്മരണയാൽ ധന്യനാം ഭൂപതി വന്നണഞ്ഞിടിനാൻ. ത്രേതായുഗേ രഘുരാമനായി ശബരിക്ക് പ്രീതനായി മോക്ഷം കനിഞ്ഞ പരന്തവൻ ജാതമോദന അവൾക്ക് സായുജ്യത്തെ താരകരൂപിയായി കലിയിൽ കനിഞ്ഞുതേ. ശബരി ആശ്രമത്തിൽ അരജനും കൂട്ടരും പരിചോണണഞ്ഞ നേരത്ത് ദിനകരൻ തെളിവോടുതയിൽ സ്നാനവും മാർന്നുടൻ തെളിവാർന്ന താരകൻ ധ്യാനിച്ചു മേവിനാൻ. രവി പോയി മറഞ്ഞത് നോക്കി സുമുഖിയാന്തരണിയും വന്നണഞ്ഞിടിനാൾ. പാർശ്വത്തിൽ സന്ധ്യാഖ്യാർന്നവൾ പാലൊളി സോമനെ ചന്തമായി പാലക്കുറി ഏറ്റിലോലയായി. മെല്ലെ കുണുങ്ങിയും ഗോകുലഗാനത്തിനൊപ്പമിടയിടെ പാടിയും മാടിയും കൂടെ തഴുകിനാൻ രാജനെ അൻപോട് പ്രീതനായിടിനാൻ പന്തള മന്നനും. സന്ധ്യയെ നന്ദിച്ച് രാജനും വൃന്ദവും വന്ദനാദ്യാദികളെല്ലാം കഴിച്ചുടൻ സന്ധ്യയ്ക്ക് ദാസരായിട്ടെന്ന പോൽ മണ്ണിൽ വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാർ. നന്നായി അവരെ പുണർന്നവൾ മോദേന പിന്നെ വരാമെന്ന വാക്കും കൊടുത്തുടൻ നന്നായി മറിഞ്ഞവൾ അന്നേരം എല്ലാവരും തങ്ങൾ തൻ പൊക്കണമൊക്കെ അഴിച്ചുടൻ ഭക്ഷണം മെല്ലെ കഴിച്ച വിനീതരെ ചിക്കെന്ന് വീണുറക്കം തുടങ്ങിനാർ. പൻപഴും ശൃംഗോപരി വിളങ്ങിടുന്ന തമ്പുരാൻ തന്നെ ദാസതൻ്റെ ആശ്രമം തന്നിൽ ശയിച്ചൊരു പന്തള മന്നന് വന്നീലുറക്കമങ്ങൊട്ടും നിഷേധിൽ. പൊന്നമ്പല ദർശന ഭാഗ്യം. അഖില ലോകേശനെ മാനസേ ചേർത്തുടൻ അമിതാനന്ദാബ്ധിയിൽ നീന്തിക്കളിക്കുന്ന അതുല പ്രഭാവനാം ശ്രീ രാജശേഖരൻ നിശിതന്റെ മധ്യം അടുത്ത നേരത്തിങ്കൽ അതുല ബലവിക്രമം പൂണ്ടു വിളങ്ങുന്ന നരവീരകേസരിയായുള്ള ധന്യനെ കരുതാരുകൾ കുപ്പി ഭക്തിയോട് അന്തികെ മലയാള മന്നനും കണ്ടാൻ സവിസ്മയം. സന്തോഷമാവിലും ചിന്ത കൊണ്ടാകിലും അന്ധകാരത്തിൽ അക്കാന്താര മധ്യത്തിൽ മുൻപിൽ നിന്നിടുന്ന പുരുഷനെ കണ്ട് കമ്പവിഹീനം നവാക്ഷരിയോധനാൻ. മന്നവാ മൗലേ മഹാ പുണ്യഭൂമിപാ ധന്യനാകും ഭവാൻ എന്നോട് കൂടവേ വന്നിട വേണം ഇപ്പോൾ ദേവസന്നിധവും സ്വർണാലയത്തിലമരുന്നു ദൈവവും ധന്യനാം ത്രിലോകേശന്റെ ദാസനാം എന്നുടെ നാമമോ വാപരനായിടും. പൊന്നാലയത്തിലേക്ക് അൻപോട് ചെല്ലുവാൻ സ്വർണാലയേശൻ അരുൾ ചെയ്തു മന്നവാ നിന്നെയും കൂട്ടി വന്നിടുവാനായ ഹോ എന്നെയും തമ്പുരാന് ഇങ്ങോട്ടയച്ചിപ്പോൾ പോയിടാം ഇപ്പോൾ അവിടേക്ക് ദേവന്റെ പാദങ്ങൾ കുപ്പിടാൻ കൈവല്യമാർന്നിടാം. മറ്റുള്ളവർ ഉണർന്നിടുന്നതിന് മുന്നേ ചെറ്റുമെത്തിയിടാം അവിടത്തിൽ ഭൂപതേ. ശ്രീഭൂതനാഥന്റെ സായക രക്ഷയാൽ ഈ വനഭൂമിയിൽ
ഈ വനഭൂമിയിൽ സർവരക്ഷയും ശ്രീഭൂതനാഥന്റെ സായക രക്ഷയാൽ ഈ വനഭൂമിയിൽ സർവസുരക്ഷയും ഈ ജനവൃന്ദത്തിനേറ്റം ഭവിച്ചിടം ഭൂതല നായക പാരാതെ പോയിടാം ചെയ്തുടൻ വാപരൻ രാജനെ സ്വർണാലയത്തിലെത്തിച്ചാൻ മനോവേഗം. ഭൂപതി പാണ്ഡ്യന് ഹേമാലയത്തിലെ ഗോഷ്ടപ്പടിയെത്തി നോക്കുന്നത് ശാന്തനെ തത്ര നവരത്ന നിർമ്മിതമാം കോട്ട മധ്യേ പ്രശോഭിക്കും സ്വർണാലയം കണ്ടാൻ. കോടി സൂര്യപ്രഭം തുംഗസാരാവൃതം ദേവാദിതാപസേവിതം മോഹനം താപത്രയഹീനമായുള്ള ക്ഷേത്രത്തിൽ ലോകത്രയങ്ങളിൽ കാണാൻ കഴിയാത്ത ശോണാഭയാർന്നതി സുന്ദരമായുള്ള ശോഭകൾ ഭക്തനാം ഭൂപനും കണ്ടതേ. മലകളുടെ മുകളിൽ സുഭഗാമിയിലെന്നൊരു ദിവ്യദീപ്താവൃതമായുള്ള മന്ദിരം, അതിനുടെ ഗുണമഹിമബോധയിൽ കുമ്പിടം, മറ്റു ലോകങ്ങളെന്നാകവും നിർണയം. 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും ചേരാർന്ന മൂർത്തികളായി മരുവുന്നു. ബ്രഹ്മചര്യാവൃതം പൂണ്ട അനേകായിരം കന്മഷഹീനർ ഭജിച്ചുമേ വീടുന്നു. സത്യവും ധർമ്മവും ഗോരൂപം പൂണ്ടഹോ നിത്യവും ദാസരായി ദ്വാരേ വസിക്കുന്നു. അവരുടെ കൽപ്പനകൾ എന്നീ ഓർക്കുമേ. ദേവപാദാന്തികം കാണുവാൻ അസാധ്യമാം ക്ഷേത്ര പ്രദക്ഷിണ മാർഗരൂപം പൂണ്ട് കോട്ടകൾ 9 കാണാം അവിടത്തിൽ. രത്നങ്ങൾ 9 കൊണ്ടുയർത്തിയിട്ടുള്ളത് തദ്ഗോഷ്ടവ്യൂഹത്തിൻ പൂർവ്വദ്വാരത്തിങ്കൽ സമ്മോഹനാകാര രൂപമായി ഗംഭീര തുങ്ക കവാടങ്ങൾ താണ്ടി അണയുമ്പോൾ വൻമോഹ കുരുക്കഴിച്ചിടുന്ന നിർമ്മല ബ്രഹ്മവും കണ്ടു രമിച്ചിടാൻ. കോട്ടകൾ 9 ഗോപുര ദ്വാരങ്ങൾ കാത്തുമേ വീടുന്ന മൂർത്തിമാരോർക്കിലോ സത്യവും അഷ്ടധർമ്മങ്ങളുമാകുന്നു. വിഷ്ടവേശൻ തൻ്റെ കാവൽക്ക് സന്തതം ദിവ്യമാമക്ഷരം 9 കേട്ടിട്ടാൻ നവ്യമാം ഗോപുരദ്വാരം നവങ്ങളിൽ ആരുപോൽ നാഥനേമാൻ മാനസം തന്നിലായി പേറിടനായി തുടങ്ങുമെന്നാകിലോ. നീതിയോട് 9 ദ്വാരപാലന്മാരെ പ്രീതരാക്കിയിടണം, താണു വണങ്ങണം. അല്ലായിൽ കുസുമബാൺ ആരിതൻ പുത്രനെ കില്ലുപോലും കണ്ട് കിട്ടിടാ നിർണയം ചൊല്ലിടാം. ഈ 8ഉം 9ഉം ചേരുന്ന നല്ലരാം ഗോപുരപാലകന്മാരെയും സത്യവും അഷ്ടധർമ്മങ്ങളും ആണഹോ നിത്യനാം ദേവന്റെ പ്രീതരാം സേവകർ. ദീനാനുകമ്പയും ഭക്തിയും ശുദ്ധിയും സന്തോഷഭാവവും ആസ്തിക്യബോധവും ഇന്ദ്രിയ നിഗ്രഹ ശക്തി ശമങ്ങളും മാനസസഞ്ചലരാഹിത്യഭാവവും മാനമോടോതുന്നു അഷ്ടധർമ്മങ്ങളായി. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.